അങ്ങനെ 50,000 രൂപയ്ക്ക് മുകളിൽ, അതായത് 50,000 രൂപ ബഡ്ജറ്റിന് മുകളിൽ ആരുണ്ടടാ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി OnePlus വന്നിരിക്കുകയാണ്. അതെ, സാംസങ്ങും ആപ്പിളും വാഴുന്ന സ്ഥലത്ത് OnePlusോടെ എത്തിയിരിക്കുകയാണ്, OnePlus 12 സീരീസുമായിട്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാൻ OnePlus 12 സീരീസിനകത്ത് 12 കൂടുതൽ പ്രയോറിറ്റി എടുക്കുന്നത് 12R കാരണം അത് കൊള്ളാം, അത് കിടിലാണ്. 12 അടിപൊളി തന്നെയാണ്. പിന്നെ വിവോയാണിപ്പോൾ നിലവിൽ 50,000 മേളിൽ വിവോയോ IQ12, പിന്നെ സാംസങ്ങിൻ്റെ ഫോൺസ്, ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം ഈ വർഷം എന്ന രീതി വെച്ച് S24 സീരീസ്, വിവോയുടെ ആ ഒരു X സീരീസിൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള മോഡൽസ്, പിന്നെ IQ12. അപ്പം അത് 50 IQ12, അതിന് മേളിലോട്ടും ഇല്ല. സോ ബേസിക്കലി ഒരാൾ ആ ഒരു ബഡ്ജറ്റിലേക്ക് ആൻഡ്രോയിഡ് നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ മെയിൻ പ്രയോറിറ്റി വരുന്നത് OnePlus ആണ്. ഇപ്പോഴും റെപ്യൂട്ടഡ് ബ്രാൻഡാണ്, ഇപ്പോഴും ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു ബ്രാൻഡാണ് OnePlus. പണ്ടത്തെ അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ടെക് എന്തൂസിയാസ്റ്റിന് എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ഫോൺ ബ്രാൻഡിൽ ഒരു പ്രയോറിറ്റി ഉള്ളൊരു ബ്രാൻഡ്, അത്രേ ഉള്ളൂ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ OnePlus എന്ന് പറഞ്ഞാൽ അതൊരു അത്രയ്ക്ക് നല്ലൊരു പ്രയോറിറ്റി ആയിരുന്നു. ഇപ്പം ആ ഒരു പ്രയോറിറ്റി അത്ര ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇല്ല, പണ്ടുണ്ടായിരുന്ന അത്ര ഇഷ്ടം ഇപ്പോഴില്ല. എനിവേ OnePlus 12 സീരീസ് ലോഞ്ച് ചെയ്തു. പക്ഷേ ഇവരുടെ പ്രൈസിങ്ങും ഇപ്പോഴത്തെ സ്ട്രാറ്റജീസും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ ഈ കളർ വോയ്സിൻ്റെ ആ മിശ്രിതം അതങ്ങോട്ട് ഈ 2 വർഷമായിട്ടും ദഹിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ, അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതും ഇടയ്ക്കിടയ്ക്ക് പറയാൻ മറന്നു പോകും, അടുത്ത വീഡിയോ ചിലപ്പോൾ ഓർക്കത്തില്ല, അതുകൊണ്ട് ഈ വീഡിയോ പറഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് OnePlus 12 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നമുക്ക് 6.82 ഇഞ്ചിൻ്റെ ഒരു 2K OLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. LTP 3.0 ഡിസ്പ്ലേ ആണ് ഇത്. നമ്മുടെ BOE എന്ന് പറഞ്ഞ കമ്പനിയുടെ X1 എന്ന് പറഞ്ഞ സീരീസിലുള്ള ഡിസ്പ്ലേ ആണ്. ഇത് എടുത്ത് പറയാൻ കാര്യം, ഇപ്പം നിലവിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന മെയിൻ ഡിസ്പ്ലേ ആൾക്കാർ, അതായത് മെയിൻ ഡിസ്പ്ലേ പ്രൊവൈഡേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ BOEയുടെ X1 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്വിറ്ററിൽ അത്യാവശ്യം അണ്ടർറേറ്റഡ് ആയിട്ടുള്ളൊരു വളരെ അടിപൊളി ടെക് എന്തൂസിയാസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ കുറേ കണ്ടെത്തലുകളുണ്ട്. അങ്ങനത്തെ കുറേ കണ്ടെത്തലുകൾ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ, ഈ പറഞ്ഞുള്ള ഈ ചിപ്സെറ്റിൻ്റെ ഒക്കെ റേറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ, അങ്ങനത്തെ കുറേ വീഡിയോസിനകത്ത് ഞാൻ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻസ് ആണ്. അതായത് ടെക് ഗായ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഒരു അടിപൊളി ട്വീറ്റ് ആയിരുന്നു, അത് ഇന്നലെ വന്ന ട്വീറ്റാണ്. ആ ഒരു ട്വീറ്റിനകത്ത് ഡിസ്പ്ലേയുടെ ഒരു റാങ്കിങ് ഉണ്ട്. അതിനകത്ത് സാംസങ്ങിൻ്റെ S24 സീരീസിൽ യൂസ് ചെയ്ത ഒരു M13 എന്ന് പറയുന്ന ഡിസ്പ്ലേ ഉണ്ട്. ഈ M13 ഡിസ്പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഈ BOEയുടെ X1 എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ച് താഴെയാണ് വിഷൻ എക്സ്, പിന്നെയും BOE വരുന്നുണ്ട്, പിന്നെ സാംസങ്ങിൻ്റെ ഈ സീരീസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ BOE X1 ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഗ്രീൻ ലൈനുള്ള ഇഷ്യൂ വളരെ കുറവായിരിക്കും. 2 ഫോണിലും ഈ X1 തന്നെ ആണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഗ്രീൻ ലൈനൊരു പേടി നിങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഈ നിറ്റ്സിൻ്റെ കാര്യത്തിൽ ഇവർ 3000 ഒക്കെ വെച്ച് തള്ളും, കാര്യമാക്കണം. 1600 നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അടുത്തായിട്ട് ഫോണിൻ്റെ മെയിൻ കുതിരയെ പറ്റി സംസാരിക്കാം. Qualcomm Snapdragon 8 Gen 3 ചിപ്സെറ്റ്, TSMCയുടെ 4 nm ആണ്, LPDDR5X, UFS 4.0. സോ എല്ലാം ഹൈ സ്പെസിഫിക്കേഷൻസിലുള്ള പെർഫോമൻസ് ആണ്. 8 Gen 3 പറ്റി കൂടുതൽ പറയുന്നില്ല, ഇറ്റ്സ് ഗുഡ്. പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, സ്റ്റെബിലിറ്റി നോക്കണം. സ്റ്റെബിലിറ്റി വലിയ കുഴപ്പമില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, മിക്കവരും CPU ത്രോട്ടിലിംഗ് ഒക്കെ 15 മിനിറ്റ് ഒക്കെ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ IQ12 അരമണിക്കൂർ ചെയ്യുമ്പം എപ്പോഴും ത്രോട്ടിൽ ചെയ്യാറുണ്ട്. ഒരു 68, 78 ആ ഒരു റേഞ്ചിൽ, 68, 72. പക്ഷേ 15 മിനിറ്റ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ഫോൺ സ്റ്റേബിളാണ്. കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിനെപ്പറ്റി വേറൊരു ഡീറ്റെയിൽ വീഡിയോയിൽ സംസാരിക്കും. Android 14 ആണ്, മേ ബി 2 or 3 OS അപ്ഡേറ്റ് കിട്ടുമായിരിക്കാം, സെക്യൂരിറ്റി പാച്ചസും കിട്ടും, കുഴപ്പമില്ലായിരിക്കും. ക്യാമറ കാറ്റഗറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറ കാറ്റഗറിയാണ്. ഹസൽബ്ലാഡിൻ്റെ കൊളാബറേഷൻ ഉണ്ട്, പറഞ്ഞില്ല അത് വേണ്ട. 50 മെഗാപിക്സലിലെ സോണിയുടെ LY-T808 എന്ന് പറഞ്ഞൊരു മെയിൻ സെൻസറാണ് വെച്ചിരിക്കുന്നത്. OIS ഉള്ളതാണ്. 48 മെഗാപിക്സൽ IMX581ൻ്റെ അൾട്രാവൈഡ് സെൻസറും 64 മെഗാപിക്സൽ തന്നെ OmniVision OV64B OIS പെരിസ്കോപ്പ് സൂം ലെൻസുമാണ് വെച്ചിരിക്കുന്നത്. സോ 2 സോണിയും ഒരു OmniVisionൻ്റെ അത്യാവശ്യം ലെവൽ കൂടിയ സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ടെലിഫോട്ടോ, അൾട്രാവൈഡ്, പ്രൈമറിയിലെ സോണിയുടെ മെയിൻ സീരീസ്, അതായത് സോണിയുടെ L സീരീസ് എന്ന് പറഞ്ഞ പുതിയതായിട്ടുള്ള സീരീസാണെന്ന് തോന്നുന്നു സ്മാർട്ട് ഫോണിന് വേണ്ടി. അപ്പോൾ L സീരീസിനകത്തുള്ള ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹാർഡ്വെയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഔട്ട്പുട്ട് വലിയ കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഹസൽബ്ലാഡ് ഉണ്ടല്ലോ തള്ളാൻ. ഏതാ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 32 മെഗാപിക്സൽ IMX615 ഫ്രണ്ട് ക്യാമറയാണ് സോണിയുടെ തന്നെ. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 4K ഉണ്ട്. അതെ,
സന്തോഷം. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്, IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ഉണ്ട്, അലേർട്ട് സ്ലൈഡർ, വൺ പ്ലസിന്റെ മെയിൻ സാധനം അലേർട്ട് സ്ലൈഡർ ലെഫ്റ്റ് സൈഡിലുണ്ട്, എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്, IR ബ്ലാസ്റ്റർ NFC തുടങ്ങിയായിട്ടുള്ള എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ട്. 5400 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും 50 വാട്ട്സിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. കൂടാതെ 10 വാട്ട്സിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. സോ സ്പെസിഫിക്കേഷൻ പോയിന്റ് വെച്ച് എല്ലാം ടിക്ക് ആണ്. അതായത് ഡിസ്പ്ലേ, പെർഫോമൻസ്, ഫുൾ എക്സ്ട്രാ ഫീച്ചേഴ്സ്, ക്യാമറ എല്ലാം ഹൈ ടോപ്പ് ഓഫ് ദ ലൈൻ സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ ഒരു ഫോണിന്റെ 12GB 256GB പ്രൈസ് 65,000 ആണ്. കഴിഞ്ഞ വർഷത്തെയും പ്രൈസ് സെയിം ആയിരുന്നു. സോ OnePlus 12 ഓഫ് കോഴ്സ് ഒരു 60 മേളിലോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് 65 വരെ ഉള്ളൂ, എന്നാൽ ആൻഡ്രോയിഡ് വേണമെന്നുണ്ടെങ്കിൽ OnePlus എടുക്കാം. ഇനി അതിനേലും ഇൻക്രീസ് ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങൾ S20 സീരീസിന് S24 സീരീസിലോട്ട് പോകേണ്ടതുള്ളൂ. എക്സിനോസ് ആയതുകൊണ്ട് ഒരു സ്കെപ്റ്റിക്കലാണ്. ബട്ട് സ്റ്റിൽ ചില റിവ്യൂസ് പറഞ്ഞ എക്സിനോസും ബെറ്റർ ആണ്. എന്നറിയത്തില്ല, എനിക്കും അത്ഭുതം തോന്നുന്നു. ഇനി കുറച്ചാളോടെ കഴിയുമ്പോഴേ അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. എനിവേ 12 സീരീസ് ഈസ് പൊളി. അടുത്തായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, ഞാൻ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഫോൺ ഇതാണ്, OnePlus 12R. കാരണം ഇതിൻ്റെ പ്രൈസ് ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പ്രോപ്പർ പ്രൈസ് കഴിഞ്ഞ വർഷത്തെ അതേ പ്രൈസ്, അതായത് 11R എന്തായിരുന്നോ അത് തന്നെ 12R വെച്ചു. സ്പെസിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ പ്രൈസ് ഡിസർവിങ് ആണ്. അപ്പം ഈ ഒരു പ്രൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം Neo 9 Pro വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു 35-36 പിടിക്കും, ഉറപ്പാണ്. കാരണം 12R അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ കുറച്ചുകൂടെ താത്തി പിടിക്കുള്ളൂ. കാരണം Neo 7 Proയും 11Rഉം അങ്ങനെ. എനിവേ നല്ലൊരു പ്രതീക്ഷയാണ്. എന്തായാലും നല്ല ഫോൺ സ്പെസിഫിക്കേഷൻ ആയിട്ടാണ് തോന്നുന്നത്, എസ്പെഷ്യലി പ്രൈസും. 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള സെയിം BOEയുടെ X1 ഡിസ്പ്ലേ ആണ് ഇതിനകത്തും, LTP ആണ്. വളരെ നല്ല കാര്യം. 40,000 രൂപയ്ക്ക്. പ്രൊസസ്സറിൽ നോക്കിക്കഴിഞ്ഞാൽ Qualcomm Snapdragon 8 Gen 2, കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ സ്റ്റേബിൾ ചിപ്സെറ്റ്. 8 Gen 2 ഒരു പരിധിവരെ ഏറ്റവും ബെസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ളതെന്ന് വേണം പറയാം 8 Gen 2. ഇവിടെ നമുക്ക് LPDDR5X RAM ആണ്, UFS 4.0 സ്റ്റോറേജ് ഉണ്ട്. സോ എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷേ 128GB വേരിയന്റിന് UFS 3.1 ഉള്ള അതൊരു ശോകമായി. കാരണം 40,000 രൂപയ്ക്ക് 128GB ഇവർ കൊടുത്തിട്ടുള്ളൂ. അത് ശോകമായിപ്പോയി. കാരണം ഈ ഒരു സമയത്ത് 256 മിനിമം വേണ്ടതാണ്. എനിവേ 4.0 3.1 അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. എനിവേ അതൊരു ബാഡായിട്ട് തോന്നി. പ്രൈസ് ഓക്കെയാണ്, പക്ഷേ ഈ 3.1 എന്ന് പറഞ്ഞൊരു കൺസേൺ ആണ്. അല്ലെങ്കിൽ 46-45 കൊടുക്കണം മറ്റേതിന് 12256-ന്. കുഴപ്പമില്ല. ആൻഡ്രോയിഡ് 14 ആണ്. ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ IMX890 OS ഉള്ള സെൻസറാണ്. 8 മെഗാപിക്സൽ IMX355-ന്റെ അൾട്രാ വൈഡും ആണ്. കൂടാതെ നമ്മുടെ 2 മെഗാപിക്സലിന് സ്വന്തം പ്രൊസസ്സറുണ്ട്. 40,000 ആണെങ്കിലും അത് വെക്കും. വട്ടാൻ തോന്നുന്നു. 2024 40,000 രൂപയ്ക്കുള്ള ഫോൺ അൾട്രാ വൈഡ് 8 മെഗാപിക്സൽ, അത് വളരെ മോശമാണ്. ഒരു 12-13 കൊടുക്കണേ. എനിക്ക് 50 മെഗാപിക്സൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോണിയുടെ സെൻസർ വെച്ചു. ട്യൂണിങ് വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 11Rന്റെ ക്യാമറ ഔട്ട്പുട്ട് നല്ലതായിരുന്നു. സോ 12Rഉം 8 Gen 2 ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലത്, അത്രേ ഉള്ളൂ. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വൈഫൈ 7 ഉണ്ട്, എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്, NFC സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഇവിടെ നമുക്ക് അലേർട്ട് സ്ലൈഡർ ഉണ്ട്. കൂടാതെ മെറ്റൽ ഫ്രെയിം ആണ് ഇപ്രാവശ്യം. കൂടാതെ ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, IR ബ്ലാസ്റ്റർ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ടോപ്പ് ഓഫ് ദ ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രൈസിന് ഒത്ത രീതിയിലുള്ള എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ട്. IP റേറ്റിംഗും വയർലെസ് ചാർജിങ്ങും ഇല്ല, അതൊരു ഷോക്ക് IP. എന്നാലും കുഴപ്പമില്ല. 5500 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിലുള്ളത്. 8GB 128GB പ്രൈസ് 39,999. ബെസ്റ്റ്. 12GB 256GB പ്രൈസ് 45,999. അപ്പം ഒരു പരിധി വരെ ഞാൻ പറയുകയാണെങ്കിൽ 46 വരെ ബഡ്ജറ്റ് കയറ്റാമെങ്കിൽ 12-256 എടുക്കണം, ഫുൾ എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെ എന്നാലും നിങ്ങളുടെ 40,000 ബഡ്ജറ്റ് ഉള്ളെങ്കിൽ പാരലി നോക്കിക്കഴിഞ്ഞാൽ 12R നല്ലൊരു ഓപ്ഷനുമാണ്. ഇനിയിപ്പോൾ Neo 9 Proയ്ക്ക് വരാൻ വെയിറ്റ് ചെയ്യാം. Neo 9 Proയുടെ വരുമ്പം സോഫ്റ്റ്വെയർ മാത്രമേ ഒരു കൺസേൺ വരുള്ളൂ. ബാക്കി ഏറെക്കുറെ ഈ സാധനമായിട്ട് പിടിച്ചു നിൽക്കും. പിന്നെ ഇത് മെറ്റൽ ഫ്രെയിം, അത് ബിൽഡിൻ്റെ ഒരു പ്രശ്നമേ വരുള്ളൂ. ഇത് ഇച്ചിരി പ്രീമിയം ആയിരിക്കും, അത് പ്രീമിയം ഇച്ചിരി കുറവായിരിക്കും, പക്ഷേ റേറ്റ് കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രീമിയം ആ ഒരു ഫോൺ വേണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ബെറ്റർ വേണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഈ സോഫ്റ്റ്വെയറും പ്രീമിയം ലുക്കൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 12R എടുക്കുക. അത് 40 എടുക്കാമെങ്കിൽ 40 എടുക്കുക. ബഡ്ജറ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 46, പക്ഷേ അത് ഭയങ്കര കൂടുതലാണ്. എനിവേ എന്തുകൊണ്ടാണ് 12-256 അത്രയും കയറ്റി വെച്ചെന്ന് അറിയത്തില്ല. ഒരു 43 ആയിരുന്നത് നല്ലതായിരുന്നു. പക്ഷേ ബേസ് വേരിയൻ്റ് പ്രൈസ് ഓക്കെയാണ്. എനിവേ പിന്നെ ഓഫ് കോഴ്സ് ബിഗ് ബില്യൺ ഡേ ഒക്കെ വരുമ്പോൾ ഇച്ചിരൂടെ കുറയും. അത് പക്ഷേ അടുത്ത ഒക്ടോബറിലായിരിക്കും. ചിലപ്പോൾ ഒരു 43 12-256 വരാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ ആയിരുന്നു. എനിവേ വലിയ കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം നല്ല പ്രൈസിങ് ആയിട്ടാണ് തോന്നിയത്, എസ്പെഷ്യലി 12R. പിന്നെ 12ൻ്റെയും പ്രൈസ് നല്ലതാണ്, കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചാണ്. പിന്നെ അവിടെ ഓപ്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ OnePlus ആൾക്കാർ മേടിക്കാൻ സാധ്യതയുള്ള മോഡൽ ആയതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും